നമ്മൾ ഇറങ്ങാൻ നേരത്താണ് പെരിങ്കോട. 176 കിലോമീറ്ററാണ് ടോട്ടൽ മാഹി ടു മാഹി നമ്മൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ 176 ഡിവൈഡഡ് ബൈ ഇപ്പൊ നമ്മൾ കണ്ണൂർ പൈതൽ മലയിലേക്ക് പോകുന്ന കേട്ടോ. അതായത് വടകരയിൽ നിന്നാണ് പോകുന്നത്. ഏകദേശം ഒരു 90 കിലോമീറ്റർ കണ്ണൂർ പൈതൽ മലയിലേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതായത് ആക്സസ് മല പോകുന്നത്. അപ്പോൾ പുതിയ ആക്സസാണ്. ആക്സിസിന്റെ മൈലേജും കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യും. അതിന് നമ്മൾ ആദ്യം മാഹിന്ന് എണ്ണ അടിച്ചിട്ടാണ് പോകുന്നുണ്ടാകുക. അപ്പോൾ നമുക്ക് മാഹി പോയിട്ട് എണ്ണ അടിക്കാം. അങ്ങനെ നമ്മൾ മാഹിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി എത്തിക്കിട്ടാ. നമ്മളെ മാഹി പാലത്തിന്റെ തൊട്ട് മുമ്പുള്ള പെട്രോൾ പമ്പിൽ ഇപ്പോൾ ഉള്ളത്. മാഹിയിൽ ഇന്നത്തെ പെട്രോൾ റേറ്റ് 93.92 കേട്ടാ. ഏകദേശം വടകര റേറ്റ് 10-14 റുപ്യ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ചേട്ടനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരിക്കും മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്രോൾ അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ വെള്ള പ്ലാസ്റ്റിക്കിന്റെ അവിടം വരെയാണ് നമ്മൾ ലിമിറ്റ് വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഇതേ പമ്പിൽ നിന്ന് ഇതേ അളവിലായിരിക്കും നമ്മൾ അടിക്കുന്നുണ്ടാകുക. ട്രിപ്പ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ട്രിപ്പ് ബിയിൽ നിലവിൽ 0 ആക്കി കൊടുക്കുന്നുണ്ട്. മാഹി ടു പൈതൽമല, പൈതൽമല ടു മാഹി ടോട്ടൽ റണ്ണിങ് കിലോമീറ്റർ ഡിവൈഡഡ് ബൈ അന്നേരം അടിക്കുന്ന ഫ്യൂവൽ. അങ്ങനെ ആയിരിക്കും നമ്മളെ മൈലേജ് ടെസ്റ്റ്. ഇപ്പോൾ നമുക്കിനി ഓട്ടം സ്റ്റാർട്ട് ചെയ്യാം. കമ്പനി ഏകദേശം 60-65 ഇടയിലാണ് മൈലേജ് പറയുന്നത്. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എത്രത്തോളം മൈലേജ് ഫുള്ളായിട്ട് കിട്ടുമല്ലോ എന്ന് നമുക്കറിയില്ല. ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അങ്ങനെ പോയി ഇപ്പോൾ ഏകദേശം മട്ടന്നൂർ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 55 കിലോമീറ്റർ ഉണ്ട് പോകാൻ നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ചെറിയതായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഹോട്ടൽ കണ്ടെങ്കിൽ ഇനി ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ പേര് അമ്മൂസ് നാട്ടാ. അടുത്ത ചായ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചായ, കിട്ടുന്ന സാധനം. പിന്നെ ഓരോ സർവീസും, അതായത് ഹൈടെക് റെസ്റ്റോറൻറ്റ് കിട്ടാത്ത സർവീസ് അവർ നമുക്ക് തരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡാണ് പോകുന്ന റൂട്ട് ഏകദേശം ഒരു 90% അടിപൊളി റൂട്ടാണ്. റോഡ് നല്ല നീറ്റ് റോഡ്, അതുപോലെ നല്ല പച്ചപ്പും കാഴ്ചകളും. മുന്നോട്ട് പോയി പൈതൽമലിന്റെ അടുത്തോട്ട് എത്തുമ്പോഴേക്ക് നമുക്ക് ഏകദേശം ഒരു തണുപ്പും കാര്യങ്ങളും ഫീൽ ചെയ്ത് തുടങ്ങും. അങ്ങനെ നമ്മൾ പൈതൽമലിന്റെ എൻട്രിയിൽ എത്തിക്കി. അവിടെ 2 ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പൈതൽമലയിൽ കയറിക്കൊണ്ടിരിക്കണം. കയറിയ സമയത്ത് അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസറും കാര്യമെല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളവിടെ എന്താക്കണം, നമ്മുടെ പേര് കാര്യം എല്ലാം അവിടെ എഴുതി കൊടുക്കണം. പിന്നെ ചെറിയൊരു എന്താ പറയുക സാക്ഷ്യപത്രമെല്ലാം. അതായത് വന്യജീവികൾ ആക്രമണങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നാൽ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കായിരിക്കും, വേറെ ആയിരിക്കും ഉണ്ടാവില്ല എന്നുള്ള സമ്മതപത്രങ്ങൾ എഴുതി കൊടുത്തിട്ട് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്. നല്ല നല്ല കയറട്ടെ. ടിക്കറ്റ് നമ്മൾ 2 ആൾക്ക് 140 കൊടുത്തു. അതായത് ഒരാൾക്ക് 70 റുപ്യ. പിന്നെ താഴ്ന്ന് മേലോട്ടേക്ക് 2-2.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അതും ഇക്കാണുന്ന വഴിയിലൂടെയാണ്. വഴി ഞാൻ കാണിച്ചു തരാം. ഇതാണ് വഴി. വലിയ വലിയ കല്ല്, അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കല്ല്, ഇങ്ങനെ പോകണം. നമ്മൾ കയറിപ്പോകുന്ന സമയത്ത് എത്ര ബോട്ടിലുണ്ട്, മിനറൽ വാട്ടർ ബോട്ടിൽ എത്ര ഉണ്ട്. നമ്മൾ 1 ലിറ്ററിൻ്റെ 2 കൊണ്ടുവന്നേ. അപ്പോൾ 2 കുപ്പി എന്താക്കണം, തിരിച്ചു പോകുന്നേരം ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അവിടെ കാണിച്ചു കൊടുക്കണം. 2.5 കിലോമീറ്ററിൽ 1 കിലോമീറ്റർ തികച്ചായിക്കില്ല. കിതച്ചിട്ട് രണ്ട് കുപ്പി വെള്ളം എടുത്തോണ്ട് എന്നാലും കുഴപ്പമില്ല, വെള്ളം കുടിച്ച് പോവാ. വെള്ളം വാങ്ങിക്കില്ല, പെട്ടു. കാണുന്നെല്ലാം നമ്മൾ കയറി വരുന്നതിൻ്റെ ഇടയിലുള്ള വ്യൂ ആട്ടാ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര തണുപ്പൊന്നുമല്ല കേട്ടോ, ഒരു മീഡിയം കൂള്, അതിൻ്റെ കൂടെ നല്ല അടിപൊളി കാറ്റ്. എന്തായാലും മുന്നോട്ടൊക്കെ മെല്ലെ മെല്ലെ നടന്നു നോക്കട്ടെ. കുറച്ചിങ്ങോട്ട് നടന്നു നോക്കിയാൽ ഏകദേശം ഫുള്ള് പച്ചപ്പുള്ളൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിനും എല്ലാത്തിനും പറ്റിയൊരു ഏരിയ. ചെറിയൊരു ഇറക്കവും കാര്യമെല്ലാം ഉണ്ട്. കല്ലും കാര്യങ്ങളിലും നിറഞ്ഞിട്ടുള്ളതാണ്. ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിറങ്ങണം, അല്ലെങ്കിൽ ബാലൻസ് കിട്ടൂല. ഇടത് സൈഡിൽ അങ്ങ് അറ്റത്തുണ്ടെങ്കിൽ ചെറിയൊരു ലൈക്ക് പോലെ ചെമ്പ്രയിലുള്ളതുപോലെ ആ ഇറക്കം കൂടി ഇറങ്ങി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ആട്ടത്. അങ്ങ് അറ്റത്തൊരു വാച്ച് ടവർ ഉണ്ട്, അങ്ങോട്ടേക്കൊന്ന് നടന്നു നോക്കുക. അതായത് അയമ കയറി എന്നാൽ ഇവിടുന്ന് കിട്ടുന്നതിൽ ഏറ്റവും ടോപ്പ് വ്യൂ കിട്ടുന്ന പറയുന്നത്. ഏകദേശം എല്ലാ ഏരിയയിലേക്കും നമ്മൾ ആ ടവറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക ടോപ്പ് വ്യൂ കിട്ടുന്ന പൊസിഷൻ എന്നാണ് പറയുന്നത്.
മെല്ലെ കയറുന്നുണ്ട്. വ്യൂ എങ്ങനെയാണല്ലോ ജസ്റ്റ് കാണിച്ചു തരാം. ചെറിയൊരു ലൈക്ക് ഉണ്ട്. ഇവിടത്തേക്ക് അങ്ങനെ ആരും പോകുന്നൊന്നും കാണുന്നില്ല. ഇതാണ് ലൈക്കിന്റെ വ്യൂ. അതും കഴിഞ്ഞിട്ട് നമുക്ക് സുരേന്ദ്രട്ടനും ടീമിനെ കിട്ടി. പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി, ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നിന്നീട്ടി ഈ കല്യാണാലങ്കാരം. ഇന്നതികളിൽ പഠിക്കാൻ നമ്മളിന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എങ്ങനെ ജീവിക്കണം, ഹൗ ടു ലീവ് ഇൻ ദിസ്. മൂപ്പറാള് വടകരട്ടെ സ്ഥലം, റിട്ടയർഡ് മാഷാണ്. നിന്ന സ്ഥലം ഓണാക്കി എടുക്കാൻ മൂപ്പർക്ക് നല്ലോണം അറിയാം. അങ്ങനെ മൂപ്പറ കുറച്ച് പാട്ടും അതുപോലെ കുറച്ച് സംസാരമൊക്കെ കേട്ടിട്ട് ഫോട്ടോ എടുത്ത നമ്പറുമായിട്ടാണ് നമ്മൾ പിരിഞ്ഞ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുക, പരമാവധി എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. നമ്മൾ ഇറങ്ങാൻ നേരത്താണ് പെരുങ്കോട. കോട കാണിച്ചതാ. കോട കയറി വരുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ചെറിയൊരു മഴയും കൂടി കിട്ടിയോടുകൂടി എക്സ്പീരിയൻസ് 100%. അങ്ങനെ നമ്മളിത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മഴ വന്നിട്ടൊരു കളിയായി, മൊത്തം നഞ്ഞി. ആടുന്നാണേ കയറി നിൽക്കാനും ഒരു സ്ഥലമില്ല, ഒന്നുമില്ല. പക്ഷെ പോയത് മുതലായി കേട്ടോ, അടിപൊളി സ്ഥലം. അതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു, അടിപൊളി മനുഷ്യന്മാർ. രാവിലെ പോകുന്നൊരു സൈഡിലെല്ലാം കൊടി കണ്ടിരുന്നു. അപ്പം അന്നേരം സംശയമാണ് എന്തോ പരിപാടി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡിൽ കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ ആടെയും ബ്ലോക്ക്, പിന്നെ മൊത്തം 5-6 ബ്ലോക്ക് കിട്ടിയിട്ട് 1.5 മണിക്കൂർ അങ്ങനെ പോയിക്ക്. നമ്മളിപ്പോൾ ഏകദേശം രാവിലെ അടിച്ച പമ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാഹി പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള പമ്പ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഇനി പെട്രോൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് സ്പോട്ടിൽ നമുക്ക് മൈലേജ് എത്ര എന്നുള്ള കിട്ടിയാൽ നോക്കണം. വലിയ പ്രതീക്ഷ ഒന്നുമില്ല, കാരണം അത്രയും ബ്ലോക്കിൽ കുടുങ്ങിയേക്ക്. എന്നാലും ഏകദേശം എത്ര കിട്ടും എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. വീഡിയോ കാണുന്നതിൽ ആക്സസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിക്ക് എത്ര കറക്റ്റ് മൈലേജ് കിട്ടുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ പെട്രോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് എത്ര അളവ് എന്നുള്ളത് ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് എങ്ങനെയാണോ രാവിലെ അടിച്ചത് അതേ രീതിയിൽ ഇപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ 3.54 ലിറ്റർ അടിച്ചേട്ടോ. 332 റുപ്യക്ക് അടിച്ചു. 176 കിലോമീറ്ററാണ് ടോട്ടൽ മാഹി ടു മാഹി നമ്മൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ 176 ഡിവൈഡഡ് ബൈ 3.54 49.7, അതായത് 50 റൗണ്ട് ചെയ്താൽ 50 കിലോമീറ്ററാണ് നമുക്ക് മൈലേജ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നേരത്തെ നല്ല ബ്ലോക്ക് കിട്ടിക്കും. 1.5 മണിക്കൂർ നമുക്ക് ബ്ലോക്ക് കിട്ടിക്കും. പിന്നെ അത്യാവശ്യം കയറ്റാലുള്ള ഒരു റൂട്ട് ആയിരുന്നു. കമ്പനി ഒരു 64 പറയുന്നത്. നമുക്ക് ഇപ്പൊ കിട്ടിയത്, അതായത് ബ്ലോക്കെല്ലാം അടക്കം കിട്ടിയത് 50 മൈലേജ് കിട്ടിയേക്ക്. കുഴപ്പമില്ലാത്ത മൈലേജ് എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് ആക്സസിനുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. അതേപോലെ ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോ കേട്ടോ, ലോങ് വീഡിയോന് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടി ഹെൽപ്ഫുൾ ആവും. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.